പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിലെ ഉടനീളം ഒരു പുതിയ ഇടത്തിൽ എത്തുന്ന മനുഷ്യൻ്റെ കഥയാണ്. പഴയ നിയമത്തിൽ വാഗ്ദത്ത ദേശത്തെത്തുന്ന മനുഷ്യൻ്റെ, അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിൻ്റെ നാട്ടിലെത്തുന്ന മനുഷ്യൻ്റെ ഒക്കെ കഥയാണ്. സുവിശേഷം ലോക രാജ്യത്ത് നിൽക്കുന്നവൻ ദൈവരാജ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ വിശേഷമാണ്. അതേപോലെ അത്ഭുതകരമായി ഈ കാഴ്ച അനേകം മക്കളുടെ മാനസാന്തരം കാണുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളിലും എല്ലാ അസ്വസ്ഥതകളിലും എല്ലാ തിന്മകളിൽ നിന്നവൻ ഒരു ദിവസം അവിടെ നിന്ന് മാറുക, ഒരു ജീവിതം മുഴുവൻ മാറുക. ഒരു ദൈവവചനം ആയിരിക്കാം, അല്ലെ ജീവിതത്തിലെ ഒരു നൊമ്പരത്തിൻ്റെ അനുഭവത്തിൽ ദൈവത്തെ കണ്ടുമുട്ടി, പ്രിയപ്പെട്ടവരാരെങ്കിലും രോഗിയായിരുന്നു, ഒരു സൗഖ്യം കിട്ടി. നമ്മളെ അത് ഒരു അത്ഭുതത്തിൽ തന്നെ ഒന്നുമല്ല, അത്ഭുതം ഒരു വഴിയായിട്ട് മാറുക. അത്ഭുതം ചെയ്തവൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വഴിയായിട്ട് അനേകരുടെ ജീവിതങ്ങളാണ്. പറഞ്ഞ സമയം പോകുന്നുണ്ടെങ്കിൽ ഒരു അനുഭവം പറയുന്നില്ല. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു വ്യക്തിയുണ്ട്, ജീവിതത്തിൽ വല്ലാതെ തകർന്നു പോയ എല്ലാ തിന്മകളിലും വ്യാപരിച്ചിരുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ, ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ആകെപ്പാടൊരു മാറ്റം ഉണ്ടായി, രണ്ട്, അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. ഇന്നത്തെ തിരുവചനം മുഴുവൻ ഈ ഒരു ഷിഫ്റ്റിൻ്റെ കഥയാണ്, ഒരു സ്പിരിച്വൽ ഷിഫ്റ്റ് ആ ജീവിതത്തിൽ കാണാം. നമ്മൾ ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതാ പ്രവാചകന് ദൈവദർശനം കിട്ടുന്ന പുരോഹിതനാണ്. യെശയ്യാ പുരോഹിതനായിരുന്നു, ഒന്നാം യെശയ്യാ പുരോഹിതനായിരുന്നു, പ്രവാചകനായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ വചനം വായിക്കുന്ന നമുക്ക് പുരോഹിതനായ യെശയ്യാ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു നിമിഷം ദേവാലയം മാറിപ്പോയി. അദ്ദേഹം സാധാരണ കാണുന്ന ദേവാലയം മാറിപ്പോയി. ഈ പുരോഹിതനായ യെശയ്യാ ഒരു പുതിയ ദർശനത്തിലേക്ക് കടന്നു പോവുക. ദൈവങ്ങളെ, പ്രാർത്ഥനകളൊക്കെ ദർശനങ്ങളായി മാറണം, വചനമൊക്കെ പ്രവചനമായിട്ട് മാറാനുള്ളതാണ്. യെശയ്യാ നോക്കി നിൽക്കുമ്പം സീൻ മാറുക, ദേവാലയം മാറിപ്പോവുക. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മാലാഖമാര് ചിറകടിച്ച് നിൽക്കുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പിതാവായ ദൈവം ഇതാ ഒരു വലിയ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്നു. മാലാഖമാരിൽ നിന്ന്, സെറാഫുകളിൽ നിന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയുക. ദേവാലയം മുഴുവൻ ധൂമപൂരിതമാവുകയാണ്. ഒരു പുതിയ ഒരു കാഴ്ചയിലേക്ക്, ഒരു പുതിയ ദർശനത്തിലേക്ക്. ഇന്നത്തെ തിരുവചനങ്ങൾക്കൊക്കെ ഈ രണ്ട് ഭാഗമുള്ള, ഒന്ന് ഒരു ദൈവദർശനം, രണ്ടാമത്തെ ഭാഗം ഇതാ യെശയ്യാ വിളിച്ചു പറഞ്ഞ് ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനാണ്, എന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ. ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു മാനസാന്തരത്തിൻ്റെ കഥ, ജീവിതം മാറുക. ഇനി യെശയ്യാ എഴുതി തുടങ്ങാൻ പോവുക. ഒരുപക്ഷെ ബൈബിളിൽ ഇത്രയും ശക്തമായ ഒരു ബൈബിളിൻ്റെ ഹൃദയമെന്നൊക്കെ വേണമെങ്കിൽ യെശയ്യാ വചനത്തെ വിളിക്കാൻ പറ്റും. യെശയ്യാ വചനത്തിൽ കണ്ടുമുട്ടാത്ത ഒരു മിശിഹാനുഭവം പോലുമില്ല. സകനദാസന്റെ കീർത്തനമൊക്കെ പിന്നീട് യെശയ്യാ എഴുതുന്നത് ഈ ദൈവത്തെ, ഈ ധൂമപൂരിതമായ ആലയത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന, ഇതാ ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വസ്ത്രാഞ്ചലമുള്ള ദൈവത്തെ കണ്ടുമുട്ടിയ ദൈവ ദർശനങ്ങൾ ഒരു മാനസാന്തരത്തിലേക്ക്. ഇന്ന് നമ്മൾ പങ്കെടുക്കുന്ന കുർബാന, ഈ കുർബാന ഇനി ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കണം. ഇറ്റ് ഈസ് ഫോർ എവരിബഡി. ഇന്നലെ മാനസാന്തരപ്പെട്ടവർക്കുള്ളതല്ല ഈ കുർബാന. ഈ കുർബാന ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ കുർബാന ചൊല്ലുന്ന അച്ഛനും ഇത് പങ്കെടുക്കുന്നവർക്കും ഉള്ളതാണ്. ഒരു അത്ഭുതം, ഒരു ദർശനം നമ്മളെ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രൂപാന്തരീകരണത്തിലേക്കാണ്. ഇതാ വീണ്ടും ദർശനം ആരംഭിക്കുക. ഞാൻ പാപിയാണ്, എന്നോട് കരുണയാകണേ, ഞാൻ നശിച്ചു, ഞാൻ മരിച്ചു പോകും എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു അനുതാപത്തിൻ്റെ മേഖലയിൽ ഒരു പുതിയ ദർശനം ആരംഭിക്കുക. സെറാഫുകളിലൊന്ന് ഇതാ ഒരു അഗ്നിക്കനലെടുത്ത് കൊണ്ടുവന്ന്, ഒരു തീക്കനലുമായി വന്ന് എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അധരങ്ങളെ ഞാൻ സ്പർശിച്ചിരിക്കുന്നു. ഒരു രണ്ടാം ഭാഗം, ദർശനത്തിൻ്റെ രണ്ടാം ഭാഗമായത്.
തുടർന്ന് വചനം കേൾക്കുകയാണ്. ദൈവം ചോദിക്കും, ഞാൻ ആരെയാണ് അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോകുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ദൈവമക്കളെ, ഒരു പുതിയ തീരത്തണി അണയുന്ന ഒരു പുരോഹിതനുമുണ്ട്. there is scope for a holiness, there is scope for a new step. ഒരു പുതിയ തുടക്കത്തിന്റെ, ഒരു പുതിയ ചുവടുവെപ്പിന്റെയും ഓരോ ശുശ്രൂഷകളും ആയിരിക്കണം. രണ്ടാം വായന പൗലോസ്ലീഹയുടെ അനുഭവം. കൊറിന്തോസ് ലേഖനത്തിന്റെ 15-ാം അധ്യായത്തിൽ പറയുക, എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. പറയുക, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എങ്ങനെയാ പ്രസംഗിച്ചത് നിങ്ങൾക്കറിയോ? ഇത് ഞാൻ പൊന്നുപോലെ കണ്ടു. സുവിശേഷത്തെ എൻ്റെ ജീവനായിട്ട് ഞാൻ കണ്ടു. ക്രിസ്തുവിനെ എൻ്റെ എല്ലാമായിട്ട് കണ്ടു. പറയുക, ഞാൻ ശിഷ്യന്മാരുടെ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് ക്രിസ്തു മരിച്ചതിന് ശേഷം സംസ്കരിക്കപ്പെട്ടു, 3-ാം നാൾ ഉയർപ്പിക്കപ്പെട്ടു. ആദ്യം കേപ്പായിക്കും, പിന്നെ 12 പേർക്കും, പിന്നെ 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. യാക്കോബും തുടർന്ന് മറ്റ് അപ്പോസ്തലന്മാർക്ക് കാണപ്പെട്ടു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പൗലോസിന്റെ ദർശനം എവിടെയാണെന്ന് നമുക്കറിയില്ല. ഡമാസ്കസിലേക്കുള്ള യാത്രയില്ല. അകാലജാതനെ പോലെ, അവസാനം ജനിച്ച മകനെ പോലെ, അല്ലെങ്കിൽ അബദ്ധത്തിൽ ജനിച്ചൊരു മകനെ പോലെയുള്ള എനിക്ക് എന്തൊരു താഴ്മയിലാണ് പൗലോസ് നിൽക്കുന്നത്. ഒരു അകാലജാതൻ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ജനിച്ചൊരു കൊച്ചെന്നൊക്കെ പറയത്തില്ലേ, എന്തുമാത്രം ഒരു എളിമപ്പെടല. അബദ്ധത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചിലരെങ്കിലുമൊക്കെ അബദ്ധത്തിൽ ജനിച്ച മക്കളാണ്. അപ്പനും അമ്മയും പ്രതീക്ഷിക്കാതിരുന്ന, ആഗ്രഹിക്കാതിരുന്ന കാലത്ത് ഒരു കൊച്ചു ജനിച്ചാൽ എങ്ങനെ ഇരിക്കും മക്കളെ? ആ കൊച്ച് റിജക്ഷൻ്റെ അങ്ങേയറ്റമായിരിക്കും. അപ്പനും അമ്മയെ സ്നേഹിക്കുന്നുള്ള ഉറപ്പാണ്. പക്ഷേ ആ 9 മാസം കൊച്ചു വയറ്റിൽ കിടന്ന കാലത്ത് അവൻ അനുഭവിക്കുന്ന ഒരു റിജക്ഷൻ്റെ അനുഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ കുഞ്ഞാണായാലും പെണ്ണായാലും അവളുടെ ഉള്ളിലുണ്ടാകും. ഒരു അകാലജാതനെ പോലെ, ഏറ്റവും ഒടുവിൽ പിറന്നവനോ പ്രതീക്ഷിക്കാത്ത സമയത്ത് കാലത്തല്ലാതെ പിറന്നവനോ ആയ ഒരു കൊച്ച്. പറയുകയാണ്, എന്നാൽ ഞാൻ ഏറ്റവും നിസ്സാരന. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സഭയെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചവനാ. അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവം തന്ന ഒരു ദർശനത്തിൻ്റെ മേല് ജീവിതാനുഭവം പടുത്തുയർത്തുന്ന പൗലോസ് അപ്പോസ്തലൻ. ദൈവമക്കളെ, ബൈബിളിലാണ് നമ്മുടെ ജീവിതങ്ങൾ പടുത്തുയർത്തേണ്ടത്. നമ്മുടെ സമ്പത്തിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ പ്രത്യേകതകളിലോ അല്ല. നീ സ്വീകരിച്ച ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മേല്, ദൈവത്തിൻ്റെ പ്രവചനങ്ങളുടെ മേല് നീ നിന്റെ ജീവിതം പടുത്തുയർത്തി. എന്ന് പറയുക, എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. മറ്റെല്ലാവരെയും ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ അധ്വാനിച്ചു. നമുക്ക് പൗലോസിൻ്റെ ആ എളിമയും പൗലോസിൻ്റെ ആ മെത്തഡോളജിയും നമുക്ക് പറഞ്ഞു തരിക. പൗലോസ് എങ്ങനെ പൗലോസായെന്ന്, അല്ലെങ്കിൽ സാവൂൾ എങ്ങനെ പൗലോസായി മാറി, അല്ലെങ്കിൽ പൗലോസ് എങ്ങനെ അപ്പോസ്തലനായ പൗലോസായി മാറിയെന്ന്. സുവിശേഷം വളരെ മനോഹരം, വളരെ ശക്തമായിട്ടുള്ള തിരുവചനമാണ്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പറയുക, ഇതാ കടൽ തീരത്ത് പഠിപ്പിക്കുന്ന ഈശോ വള്ളം എടുത്തിട്ട്, ഒരു 2 വള്ളം ഉണ്ടായിരുന്നു. 2 വള്ളങ്ങൾ കരയോടെടുത്ത് കിടക്കുന്നു. മീൻപിടുത്തക്കാർ ശെമയോനും അന്ത്രയോസും ഒക്കെ ഇരുന്ന് വള്ളം കഴുകിക്കൊണ്ടിരിക്കുക. യാക്കോബും യോഹന്നാനും ഉണ്ട് വള്ളത്തിൽ. പതുക്കെ ഈശോ വള്ളം മാറ്റിയിടാൻ പറഞ്ഞു. ആ വള്ളത്തിലിരുന്ന് അവരെ പഠിപ്പിക്കുക. എന്നിട്ട് പറയുന്നത്, ആഴത്തിലേക്ക് വലയിറക്കുക. ആരായിരുന്നാലും കുഞ്ഞ്, ദൈവത്തിലേക്ക് വലയിറക്കാതെ, ദൈവവചനത്തിലേക്ക് വലയിറക്കാതെ, ദൈവപ്രവചനങ്ങളിലേക്ക് വലയിറക്കാതെ ആരും മീൻ പിടിച്ചിട്ടില്ല. ആരെങ്കിലും നിത്യത പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ആഴങ്ങളിലേക്ക്. ആഴമെന്ന് പറയുന്നത് ദൈവദർശനങ്ങളെ. അതിനപ്പുറത്തൊരാഴം എന്താ ഉള്ളത്? സ്വർഗത്തോളം അല്ലെ പാതാളത്തോളം ആഴ്ന്നിറങ്ങുന്ന അത് ധ്യാനമാണ്. അത് ദൈവാനുഭവം. നീ ദൈവാനുഭവത്തിൽ പിടിച്ചല്ലാതെ നിനക്ക് ജീവിതത്തിൽ എങ്ങോട്ടും യാത്ര ചെയ്യാനാവില്ല. ഇതാ അവർ പറയുക, ഗുരു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. വലയിറക്കിയപ്പോൾ അവർക്ക് വളരെയേറെ മീൻ കിട്ടിയെന്നും വല കീറി തുടങ്ങിയെന്നും അടുത്തുള്ള വള്ളത്തെ ഉള്ളവരെ വിളിച്ചു കൂട്ടിയെന്നും ഇത് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, പാപിയായ എന്നിൽ നിന്ന് അകന്നു പോകണേ, ഞാൻ പാപിയാണ്. നോക്കിയേ, ഈ 3 വചനഭാഗങ്ങളിലും തങ്ങളുടെ ബലഹീനതകളും കുറവുകളും ഏറ്റുപറയുന്ന മനുഷ്യരെ കാണുക. യെശയ്യാ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, പൗലോസ് തൻ്റെ ഇല്ലായ്മ വിളിച്ചു പറഞ്ഞു, പത്രോസ് താൻ പാപിയാണെന്ന് ഏറ്റുപറയുക. ഇതാ തിരുവചനം വീണ്ടും പറഞ്ഞു വെക്കുന്നു. ഈശോ പറഞ്ഞു, മോനെ,
ഇനി നീ മീൻ പിടിക്കണ്ട, ഇനി നീ ആത്മാക്കളെ പിടിക്കാനും മനുഷ്യരെ പിടിക്കാനുമുള്ളവരാ. ഓ കർത്താവേ, ഒരു പുതിയ വഴിയിലേക്ക്, ഒരു പുതിയ കരയിലേക്ക് ഞങ്ങളെ നയിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച ഞങ്ങളുടെ ജീവിതങ്ങൾക്കൊരു മാനസാന്തരത്തിൻ്റെ ദൈവമേ കരമാകുന്ന, കളമാകുന്ന ഒരു ദിവസമാക്കി അങ്ങ് മാറ്റണമേ കർത്താവേ. മക്കളോട് കരുണയാകണമേ. രോഗികൾ, ദുഃഖിക്കുന്നവർ, വേദനിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, തകർന്നുപോയവർ, തളർന്നുപോയവർ, വീണുപോയവർ, വഴിതെറ്റിപ്പോയവർ, അകാലജാതരായവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ